ഭഗവത്ഗീത 22-ാമത്തെ ശ്ലോകം കഴിഞ്ഞു അല്ലെ. ഭഗവാൻ പറയാണ് തന്റെ വിഭൂതികളെ കുറിച്ച് ഭഗവാൻ പറയാനായിട്ട് തുടങ്ങി. എന്തൊക്കെയാണ് അവസാനം പറഞ്ഞു നിർത്തിയത്? വേദങ്ങളിൽ ഞാൻ സമമാണ് എന്ന് പറഞ്ഞു. സമവേദം ഞാനാണ്. പിന്നെ ദേവന്മാരില് ഇന്ദ്രൻ, ദേവേന്ദ്രൻ ഞാനാണ്. അതുപോലെ ഇന്ദ്രിയങ്ങളില് മനസ്സ് ഞാനാണ് എന്ന് പറഞ്ഞു. ജീവജാലങ്ങളില് ജീവൻ ഞാൻ തന്നെയാണ്. അതാണ് അങ്ങനെ ഓരോന്നോരോന്നായിട്ട് പറയണം. എന്റെ വിഭൂതികള് തുടക്കത്തിൽ പറഞ്ഞു. വിഭൂതികൾ മുഴുവൻ പറയാൻ സാധിക്കില്ല, വിസ്തരിച്ച് പറയാൻ പറ്റില്ല എന്ന് പറഞ്ഞു അല്ല. അർജുനൻ ആവശ്യപ്പെട്ടത് അങ്ങയുടെ വിഭൂതികളെ വിസ്തരിച്ച് പറഞ്ഞു തരുന്നതാണ് അർജുനൻ ആവശ്യപ്പെട്ടത്. അപ്പൊ തുടക്കത്തിൽ പറഞ്ഞു വിഭൂതികൾ അനന്തമാണ്. അപ്പൊ അതുകൊണ്ട് അത് മുഴുവനായിട്ട് പറയാൻ പറ്റില്ല. പക്ഷെ എന്നാലും പ്രാധാന്യമുള്ള കുറച്ച് കാര്യങ്ങൾ പറയാം. അങ്ങനെ പറഞ്ഞിട്ടാണ് പറഞ്ഞു തുടങ്ങിയത് അല്ലെ. അപ്പൊ അവസാനം പറഞ്ഞത് ഈ 4 പറഞ്ഞത്. വേദങ്ങളില് സമം എന്നെ കുറിച്ചുള്ള. ഇനി അടുത്ത് തുടർന്ന് പറയണം വിഭൂതികളെ കുറിച്ച് ഇനി തുടരുന്നുണ്ട്. അപ്പൊ 23-ാമത്തെ ശ്ലോകം ചൊല്ലിക്കൊള്ളു. രുദ്രാണാം ശങ്കരശ്ചാസ്മി വിദ്വേഷോ യക്ഷരക്ഷസാം വസൂനാം പാവകശ്ചാസ്മി മേരുശിഖിരിണാമഹം. അടുത്തത് പറയുന്നു. അടുത്തത് രുദ്രാണാം ശങ്കരശ്ചാസ്മി വിത്തേഷോ യക്ഷരക്ഷസാം വസൂനാം പാവകശ്ചാസ്മി മേരുഹു ശിഖരിണാമഹം. രുദ്രാണാം എന്ന് പറഞ്ഞാൽ രുദ്രന്മാരുടെ കൂട്ടത്തില് അല്ലെ കുറച്ച് രുദ്രന്മാരുണ്ട്. ആരാണ് രുദ്രം? ഏകാദശ രുദ്രന്മാര്, 11 രുദ്രന്മാര്. അവരില് രുദ്രാണാം ശങ്കരശ്ചാസ്മി, രുദ്രന്മാരുടെ കൂട്ടത്തില് ഞാൻ ശങ്കരനാണ്. ശങ്കര അസ്മി, ശങ്കരൻ ഞാനാണ്. അതുപോലെ യക്ഷരാക്ഷസാം, യക്ഷന്മാരിലും യക്ഷന്മാരിലും രാക്ഷസന്മാരിലും വിത്തേശ, വിത്തേശം എന്ന് പറഞ്ഞാൽ വിത്ത് എന്ന് പറഞ്ഞാൽ ധനം, സമ്പത്തിന്റെ ഈശ്വരനാരാണ്? കുബേരൻ. അപ്പൊ യക്ഷന്മാരിലും രാക്ഷസന്മാരിലും ഞാൻ കുബേരനാണ് എന്ന് പറയാം. വസൂനാം, വസുക്കളില്, അഷ്ടവസുക്കളിൽ അല്ലെ, വസുക്കളിൽ ഞാൻ പാവക അസ്മി, അഗ്നിയാണ് ഞാന്. ശിഖരിണാം എന്ന് പറഞ്ഞാൽ, ശിഖരം എന്ന് പറഞ്ഞാൽ പർവ്വതങ്ങളില് മേരു അഹം, മേരു പർവ്വതം ഞാനാണ് എന്ന് പറയും. അപ്പൊ എല്ലാം ഓരോന്നിന്റെയും ഗ്രൂപ്പിൽ ദ ബെസ്റ്റ് എന്താണോ അത് ഞാനാണ് എന്ന് ഭഗവാൻ പറയുന്നത്. ഏറ്റവും ദ ബെസ്റ്റ് അതാണ് ഞാൻ എന്ന്. കാരണം അതിലാണല്ലോ നമ്മുടെ ശ്രദ്ധ ഉണ്ടാവുക അല്ലെ. അതില് നേരത്തെ പറഞ്ഞു അതിൽ ഗുണാധിക്യമുള്ളതാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ അതിൽ ഡിവിനിറ്റി നമുക്ക് ഫീൽ ചെയ്യാൻ എളുപ്പമാണ്. അപ്പോ അതിനെയൊക്കെ ഞാനാണ് എന്ന് പറയുന്നത്. ചിലത് സെലക്റ്റീവായിട്ട് ഭഗവാൻ പറയണം. രുദ്രന്മാരുടെ കൂട്ടത്തിൽ ശങ്കരനാണ് ഞാൻ, യക്ഷന്മാരിലെ രാക്ഷസന്മാരിൽ കുബേരനാണ്, വസുക്കളിൽ അഗ്നിയാണ് ഞാൻ, പർവ്വതങ്ങളിൽ മേരുയാണ്. അപ്പൊ ഇവിടെ 4 പറഞ്ഞു: ശങ്കരൻ, കുബേരൻ, അഗ്നി, മേരു. അപ്പൊ 11 രുദ്രന്മാരുണ്ട്, ഏകാദശ രുദ്രന്മാര് എന്ന് പറയും. പക്ഷെ ഇവരുടെ ഉത്ഭവത്തെ കുറിച്ച് പുരാണങ്ങളിലൊക്കെ വ്യത്യസ്തങ്ങളായ അഭിപ്രായങ്ങളൊക്കെ ഉണ്ട്. പക്ഷെ ഈ രുദ്രൻ എന്ന് പറയാനുള്ള കാരണം തന്നെ ജനിക്കുന്ന സമയത്ത് നിർത്താതെ കരഞ്ഞോ എന്നാണ് പറയുന്നത്. നിർത്താതെ കരഞ്ഞോണ്ടിരുന്നോട്ടത് ഈ കുട്ടി. അങ്ങനെയാണ് രുദ്രൻ എന്ന പേര് വന്നത്. പിന്നെ മാത്രമല്ല ദുഷ്ടന്മാരെയൊക്കെ അതുപോലെ കരയുകയും ചെയ്തു, നിർത്താതെ കരയുകയും ചെയ്തു. ജനിച്ച ഉടനെ താൻ നിർത്താതെ കരഞ്ഞു, പിന്നെ ദുഷ്ടജനങ്ങളെയൊക്കെ നിർത്താതെ കരയിക്കുകയും ചെയ്തു. അതുകൊണ്ടാണ് ഇവരൊക്കെ രുദ്രന്മാരെന്ന് അറിയപ്പെടുന്നത്. അതുകൊണ്ടാണ് എന്നാണ് പറയുന്നത്. അപ്പൊ ഈ രുദ്രന്മാരെന്ന് പറഞ്ഞാൽ അവരിൽ ശിവതത്വമാണ് കൂടുതൽ, ശിവന്റെ അംശമാണ് കൂടുതൽ. അപ്പൊ ശങ്കരൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ ശിവൻ എന്ന് പറഞ്ഞാൽ മറ്റുള്ള രുദ്രന്മാരെ എല്ലാം അവരുടെയൊക്കെ പൂർണ്ണ രൂപമാണ് ശങ്കരൻ. അതുകൊണ്ട് ആ രുദ്രന്മാരിൽ, ഏകാദശ രുദ്രന്മാരിൽ ശങ്കരൻ ബ്രഹ്മത്തിന്റെ പ്രതീകമായിട്ട് അംഗീകരിക്കപ്പെട്ടു എന്ന് പറയും. അതുപോലെ കുബേരൻ എന്ന് പറഞ്ഞാൽ യക്ഷന്മാരുടെയും രാക്ഷസന്മാരുടെയൊക്കെ പ്രഭുവാണ്, നാഥനാണ് കുബേരൻ. അപ്പൊ അദ്ദേഹം വിത്തേശനാണ്. വിത്ത് എന്ന് പറഞ്ഞാൽ സമ്പത്ത്, സമ്പത്തിന്റെ മുഴുവൻ അധിപതിയാണ് അദ്ദേഹം, ഉടമസ്ഥനാണ് അദ്ദേഹം. അതാണ് വിത്തേശൻ. അദ്ദേഹത്തിന്റെ പക്കല് 9 തരത്തിലുള്ള നിധികളുണ്ട് എന്നാണ് പറയുന്നത് കുബേരന്റെ കയ്യിൽ. അതുപോലെ പുഷ്പക വിമാനം, അതൊക്കെ അദ്ദേഹത്തിന് സ്വന്തമാണെന്നാണ് പറയുന്നത്. കുബേരന്, ആള് പണക്കാരനാണ്. കുബേരന് സ്വന്തമാണ് അതൊക്കെ. അതേപോലെ അപ്പോ വിത്തേശൻ ഞാനാണ്, യക്ഷരാക്ഷസന്മാരില് വിത്തേശൻ ഞാനാണ് എന്ന് പറയും. പിന്നെ അതുപോലെ വസുക്കളില് അഗ്നിയാണ് ഞാന്. അഷ്ടവസുക്കൾ എന്ന് പറയും, 8 പേരുണ്ട് വസുക്കൾ.
അപ്പൊ അവരിൽ അഗ്നി പറഞ്ഞാൽ അഗ്നിക്ക് തേജസ് കൂടുതലുണ്ട് അല്ലെ? തേജസ്സിന്റെ ആധിക്യമുണ്ട് അഗ്നിക്ക്. അതുകൊണ്ട് അഗ്നി ബ്രഹ്മവിഭൂതിയാകാൻ യോഗ്യനാണ് എന്നാണ് പറയുന്നത്. അതുകൊണ്ടാണ് അഗ്നി ഞാൻ, വസ്തുക്കളിൽ അഗ്നി ഞാനാണെന്ന് പറയാൻ കാരണം അതാണ്. അതുപോലെ മേരു എന്ന് പറയുന്നത് പർവ്വതമാണ്, സ്വർണ്ണ പർവ്വതമാണ് എന്നാണ് പറയുക. മേരു സ്വർണ്ണ പർവ്വതമായിട്ടാണ് പറയുന്നത് മേരുവിനെ. അപ്പൊ ആ മേരു പർവ്വതത്തിന്റെ താഴ്വരകളൊക്കെ രത്നങ്ങളാണ് നിറഞ്ഞിരിക്കുന്നതെന്നാണ്, രത്നക്കുട്ടങ്ങൾ നിറഞ്ഞിരിക്കുന്നുണ്ടെന്നാണ് മേരു പർവ്വതത്തിന്. അപ്പൊ ഈ ലോകം മുഴുവനും ആ മേരുവിന്റെ ഭാഗമാണ് എന്ന് പറയും. അപ്പൊ ഈ പറഞ്ഞ ക്വാളിറ്റിയൊക്കെ ആ മേരുവിന് മാത്രം, പർവ്വതങ്ങളിൽ വെച്ച് മറ്റെല്ലാ പർവ്വതങ്ങളെ അപേക്ഷിച്ച് മേരുവിന് മാത്രമേ ഈ ക്വാളിറ്റി ഉള്ളൂ. സ്വർണം, അതുപോലെ രത്നങ്ങള്, ഇതൊക്കെ മേരുവിലാണ്. അതുകൊണ്ട് അത് ഞാനാണ് എന്ന് പറഞ്ഞു ഭഗവാൻ. ഇനി അടുത്തത് 24-ാമത്തെ ശ്ലോകം ചൊല്ലിക്കോളൂ. പുരോദസാം ച മുഖ്യം മാം വിദ്ധി പാർത്ഥ ബൃഹസ്പതിം സേനാനീനാമഹം സ്കന്ദഃ സരസാമസ്മി സാഗരഃ. ഇനി അടുത്ത ഇത് പറയണം. പിന്നെ അപ്പോ ഇത് പറഞ്ഞു വന്നത് ഇതാണ്. ഇതില് ഏത് വിഭൂതിയെ അംഗീകരിച്ചിട്ട് അതിനെ ഉപാസിച്ചാലും എന്നിലെത്താമെന്നാണ് ഭഗവാൻ നേരത്തെ തുടക്കത്തിൽ പറയുന്നത്. അപ്പൊ ഇതിൽ പറയുന്നു പുരോധസാം ച മുഖ്യം മാം വിദ്ധി പാർത്ഥ ബൃഹസ്പതിം സേനാനീനാമഹം സ്കന്ദഃ സരസാമസ്മി സാഗരഃ. അർജുനോട് പറയുന്നു പുരോധസാം പറഞ്ഞാൽ പുരോഹിതന്മാരുടെ കൂട്ടത്തിൽ, ആചാര്യന്മാരുടെ കൂട്ടത്തില് മുഖ്യം ബൃഹസ്പതിയും, ആചാര്യന്മാരില് മുഖ്യൻ ബൃഹസ്പതിയാണ്, വ്യാഴം അല്ലെ, ബൃഹസ്പതി ദേവന്മാരുടെ ഗുരുവാണ് ബൃഹസ്പതി. അപ്പോ ആചാര്യന്മാരുടെ കൂട്ടത്തിൽ ഞാൻ ബൃഹസ്പതിയാണ് എന്ന് പറയുന്നത്. മാം വിദ്ധി, ഞാൻ ബൃഹസ്പതിയെ ഞാനായിട്ട് അറിയൂ ആചാര്യന്മാരുടെ കൂട്ടത്തില്. പിന്നെയോ സേനാനിയും, സേനാപതിമാരില് സ്കന്ദഃ അഹം, സ്കന്ദൻ എന്ന് പറഞ്ഞാൽ സുബ്രഹ്മണ്യൻ. അപ്പൊ സേനാനിമാരുടെ സേനാപതിമാരില് ഞാൻ മുരുകനാണ്, സുബ്രഹ്മണ്യനാണ് എന്ന് പറയാം. സരസം എന്ന് പറഞ്ഞാൽ ജലാശയം, ജലാശയങ്ങളില് സാഗര ച അഹം എന്നാണ്, സമുദ്രം ഞാനാണ് എന്നാണ്. ജലാശയങ്ങളിൽ ഞാൻ സമുദ്രമാണ്. അർജുനോട് പറയണ, അല്ലയോ അർജുന, ഗുരുക്കന്മാരുടെ ആചാര്യന്മാരുടെ കൂട്ടത്തില് ഏറ്റവും മുൻപന്തിയിൽ നിൽക്കുന്ന ബൃഹസ്പതി, വ്യാഴം, അത് ഞാനാണെന്നറിയൂ എന്ന് പറയാം. കൃഷ്ണൻ പറയാം. അതുപോലെ സേനാപതിമാരില് സുബ്രഹ്മണ്യൻ ഞാനാണ്, ജലാശയങ്ങളില് സാഗരം, സമുദ്രം ഞാനാണ്. അപ്പൊ ഇവിടെ 3 പറഞ്ഞു. ബൃഹസ്പതി ഞാനാണ്, സ്കന്ദൻ ഞാനാണ്, സാഗരം ഞാനാണ്. അപ്പൊ ബൃഹസ്പതി ദേവഗുരുവാണെന്ന് പറഞ്ഞു അല്ലെ. അപ്പോ ദേവഗുരുവാണ് അദ്ദേഹം. വേദങ്ങളെ കുറിച്ച് മുഴുവൻ നല്ല അറിവുള്ള ആളാണ്. ഇപ്പോ അതുപോലെ സ്കന്ദൻ ആരാണ്? അസുരന്മാരെ ജയിക്കുന്നതിനായിട്ട് ദേവന്മാര് പരമശിവനെ പ്രസാദിപ്പിച്ചു. അങ്ങനെ പരമശിവനില് പരമശിവന് പാർവതിയിൽ ജനിച്ച മകനാണ് സ്കന്ദൻ. അപ്പൊ സ്കന്ദൻ ദേവസേനാധിപതിയായിട്ട് വഴിക്കപ്പെട്ടു എന്നാണ് പറയുന്നത്. അപ്പൊ സ്കന്ദൻ ദേവസേനാധിപതിയായപ്പോ ദേവന്മാരുടെ സൈന്യത്തിന് വളരെ വേഗത്തിൽ അസുരന്മാരെ ജയിക്കാൻ സാധിച്ചു എന്നാണ് പറയുന്നത്. അതുകൊണ്ട് ആ സ്കന്ദൻ ഞാനാണ് എന്ന് പറയും. ഇനി ജലാശയങ്ങളിൽ വെച്ച് സാഗരം, സമുദ്രം, അതിന്റെ വ്യാപ്തി അല്ലെ, അതിന്റെ ഡെപ്ത്, അത് ബ്രഹ്മവിഭൂതിയാവാൻ യോഗ്യതയുള്ളതാണ് എന്നാണ് പറയുന്നത് ആ സമുദ്രം. അപ്പൊ എന്തുകൊണ്ടാണ് സമുദ്രത്തിന് സാഗരം എന്ന് പേര് കിട്ടാനുള്ള കാരണം? സഗരപുത്രന്മാര് ഭൂമി കുഴിച്ചുണ്ടാക്കിയതാണ് സാഗരം എന്നാണ് പറയുന്നത്. അതുകൊണ്ടാണ് അത്ര സാഗരം എന്ന് പേര് കിട്ടിയ സമുദ്രത്തിന്. അപ്പൊ മറ്റെല്ലാ ജലാശയങ്ങൾക്കും ജലം പകർന്നു കൊടുക്കുന്നത് ഈ സാഗരാണ്. അതുപോലെ തന്നെ എല്ലാ നദികളും എത്തിച്ചേരുന്നത് എന്ന് പറഞ്ഞാൽ എല്ലാ നദികളുടെയും അഭയസ്ഥാനം ഈ സാഗരമാണ്. അപ്പൊ അതുകൊണ്ട് ഈ സാഗരം, സമുദ്രം ബ്രഹ്മത്തിന്റെ വിഭൂതിയാകാൻ യോഗ്യതയുള്ളതാണ് എന്നുള്ളത്. അതുകൊണ്ടാണ് ഭഗവാൻ പറഞ്ഞത് അത് ഞാനാണ്, സാഗരം ഞാനാണ്. ജലാശയങ്ങളില് ഞാൻ സമുദ്രമാണ് എന്ന് പറയും. ഇനി അടുത്തത് 25-ാമത്തെ ശ്ലോകം ചൊല്ലി. മഹർഷീണാം ഭൃഗുരഹം ഗിരാമസ്മീകമക്ഷരം യജ്ഞാനാം ജപയജ്ഞോസ്മി സ്ഥാവരാണാം ഹിമാലയഃ. അടുത്തതിൽ പറയുന്നു മഹർഷീണാം ഭൃഗുരഹം ഗിരാമസ്മേകമക്ഷരം
യജ്ഞാനാം ജപയജ്ഞോസ്മി സ്ഥാവരാണാം ഹിമാലയ. എന്താണ് മഹർഷീണ? മഹർഷീണ എന്ന് പറഞ്ഞാൽ മഹർഷിമാരില് ഭൃഗു അഹം. ഭൃഗു മഹർഷി ഞാനാണ് എന്ന് പറയാം. അതുപോലെ ഗിരാം എന്ന് പറഞ്ഞാൽ വാക്കുകൾ. ഗിരാം ഏകമക്ഷരം അസ്മി. വാക്കുകളില് ഞാൻ ഓം എന്ന ഏകാക്ഷരം അത് ഞാനാണ്, ഓംകാരം ഞാനാണ് എന്ന് പറയുന്നത് ഭഗവാൻ. വാക്കുകളിൽ ഗിരാം എന്ന് പറഞ്ഞാൽ വാക്കുകളിൽ, അക്ഷരങ്ങളില് ഏകാക്ഷരം അസ്മി, ഏകാക്ഷരമായിരിക്കുന്ന ഓം അത് ഞാനാണ്. പിന്നെയോ യജ്ഞങ്ങൾ എന്ന് പറഞ്ഞാൽ അതൊക്കെ എന്താണ് ലക്ഷ്യമാക്കുന്നത്? ചിത്തശുദ്ധിയാണ്, മനസ്സിന്റെ മാലിന്യങ്ങൾ നീക്കം ചെയ്യാൻ വേണ്ടിയിട്ടുള്ള യജ്ഞങ്ങള്. അപ്പൊ യജ്ഞാനാം, ആ ചിത്തശുദ്ധിക്ക് വേണ്ടിയിട്ടുള്ള യജ്ഞങ്ങളില് ഞാൻ ആരാണെന്ന് പറയണം. ആരാണെന്നറിയാമോ? ജപയജ്ഞ അസ്മി. ജപയജ്ഞം ഞാനാകുന്നു എന്നാണ് പറയുന്നത് അല്ലെ, നമ്മുടെ നാമജപം, ആ യജ്ഞം അത് ഞാനാകുന്നു. പിന്നെ സ്ഥാവരാണാം ഹിമാലയ. സ്ഥാവരം അല്ലെ, ആ എന്താണ് സ്ഥിരമായി നിൽക്കുന്നതില് അത് ഞാൻ ഹിമാലയമാണ്, ഹിമാലയ പർവ്വതമാണ്. അപ്പൊ പറഞ്ഞു മഹർഷിമാരിൽ ഞാൻ ഭൃഗുവാണ് എന്ന് പറയുന്നത്. ഭൃഗു മഹർഷിയാണ് ഞാൻ എന്ന് പറയുന്നത്. ഭൃഗു മഹർഷിയുടെ പ്രാധാന്യം പറയാം. അതുപോലെ വാക്കുകളില് ഓം എന്ന ഏകാക്ഷര പദം ഞാനാണ്. ചിത്തശുദ്ധിക്ക് വേണ്ടി നടത്തുന്ന യജ്ഞങ്ങളില് ജപയജ്ഞമാണ് ഞാന്. അതുപോലെ സ്ഥാവരങ്ങളില് ഹിമാലയമാണ്. ഇവിടെ 4 പറഞ്ഞു അല്ലെ. ഭൃഗു മഹർഷിയാണ്, ഭൃഗുവാണ്, ഓമാണ്, ജപമാണ്, ഹിമാലയമാണ്. 4 പറഞ്ഞു. അപ്പൊ ആരാണ് ഭൃഗു മഹർഷി? സപ്തർഷിമാരിൽ ഒരാളാണ് ഭൃഗു മഹർഷി. ബ്രഹ്മാവിന്റെ മാനസപുത്രനാണ്. അപ്പൊ ഒരിക്കലും എന്തുകൊണ്ടാണ് ഭൃഗു മഹർഷിക്ക് മഹാത്മ്യം വരാനുള്ള കാരണം? ഭൃഗു മഹർഷിയുടെ പ്രാധാന്യം, പ്രത്യേകത എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഒരിക്കല് മുനിമാര് ത്രിമൂർത്തികളില്, ബ്രഹ്മ വിഷ്ണു മഹേശ്വരന്മാരില് 3 പേരില് ആരാണ് മുൻപന്തിയിൽ നിൽക്കുക, കേമൻ ആരാണ് എന്ന് പരിശോധിക്കാനായിട്ട് ഈ ഭൃഗു മഹർഷിയാണ് ഏർപ്പാടാക്കിയത്. ഭൃഗുവിനെ പറഞ്ഞയച്ചു, ആരാണ് ഈ 3 പേരിൽ ആരാണ് കേമൻ എന്ന് അന്വേഷിച്ചു വരൂ എന്ന് പറഞ്ഞു. അപ്പൊ അദ്ദേഹം പരിശോധിച്ചു. പോയപ്പോ ബ്രഹ്മാവിനെ പരീക്ഷിച്ചു, ശിവനെ പരീക്ഷിച്ചു. പക്ഷെ അവരൊന്നും അത്ര കേമന്മാരാണെന്ന് തോന്നിയില്ല ഭൃഗു മഹർഷിക്ക്. പിന്നെ വിഷ്ണുവിന്റെ അടുത്താണ് ചെല്ലുന്നത് ഭൃഗു മഹർഷി. വിഷ്ണുവിന്റെ അടുത്ത് ചെന്നു. വിഷ്ണുവിന്റെ അടുത്ത് പാലാഴിയിൽ ചെന്നു. വിഷ്ണു ഭഗവാൻ പാലാഴിയിൽ അങ്ങനെ യോഗനിദ്രയിൽ ലയിച്ചിരിക്കുകയാണ് വിഷ്ണു. അപ്പൊ അവിടെ ചെന്ന് ഭൃഗു മഹർഷി ചെന്ന് എന്താണെന്നറിയാമോ? നേരെ ചെന്ന് നെഞ്ചത്ത് ഒരൊറ്റ ചവിട്ട് കൊടുത്തു എന്നാണ് പറയുന്നത് ഭഗവാൻ വിഷ്ണുവിന്റെ. ഭൃഗു മഹർഷി ഒരൊറ്റ ചവിട്ട് കൊടുത്തു നെഞ്ചത്ത്. അപ്പൊ ഉണർന്നപ്പോ, ആ ചവിട്ട് കിട്ടിയപ്പോ ഭഗവാൻ ഉണർന്നു. പക്ഷെ തിരിച്ചു ചോദിച്ചത് എന്താണെന്നറിയാമോ? അങ്ങയുടെ പാദം വേദനിച്ചോ എന്നാണ് ചോദിച്ചത്. അല്ലാതെ ദേഷ്യപ്പെട്ട് എണീച്ച് ചീത്ത വിളിച്ചില്ല. ഉണർന്നുടനെ ചോദിച്ചു, അങ്ങയുടെ പാദം വേദനിച്ചോ എന്ന് ചോദിച്ചു. അപ്പോ ഭൃഗു മഹർഷിക്ക് മനസ്സിലായി വിഷ്ണു ഭഗവാൻ അങ്ങേയറ്റം ക്ഷമാശക്തി ഉണ്ട് എന്ന് മനസ്സിലായി. അവ തീരുമാനിച്ചു, ത്രിമൂർത്തികളില് മുൻപന്തിയിൽ നിൽക്കുന്ന ആള് കേമൻ വിഷ്ണുവാണ് എന്ന് മഹർഷി ഡിക്ലെയർ ചെയ്യണം, ഭൃഗു മഹർഷി. എന്ന് മാത്രമല്ല, ഭൃഗുവിന്റെ ചവിട്ടേറ്റപ്പോ ആ നെഞ്ചത്തുണ്ടായ പാട് അത് ഭഗവാൻ ഇന്നും മാറിടത്തില് സൂക്ഷിക്കേണ്ടതാണ്. അതാണ് ശ്രീവത്സം എന്ന് പറയുന്ന ഭൃഗു മഹർഷിയുടെ കൽപ്പാതാണ്. ആ ചവിട്ടേറ്റന്റെ പാടാണ് ശ്രീവത്സം എന്ന് പറയുന്നത്. അപ്പൊ ഭൃഗു മഹർഷിയുടെ ഗുണത്തെക്കുറിച്ച് പറയാൻ ഇതിനേക്കാൾ വേറെ എന്താണ് തെളിവ് വേണ്ടതെന്നാണ് ചോദിക്കുന്നത്. ഭഗവാൻ അത് സൂക്ഷിച്ചു വെച്ചിരിക്കുക നെഞ്ച് അല്ലെ, ചവിട്ടേറ്റതാണോ? പക്ഷെ അതിപ്പോഴും അദ്ദേഹം സൂക്ഷിച്ചു കൊണ്ട് നടക്കുന്നു ഭഗവാൻ. അപ്പൊ ഭൃഗു മഹർഷി മുനിമാരില് ഭൃഗു ഞാനാണ് എന്ന് പറഞ്ഞു. അതുപോലെ ഇനി വാക്കുകളില് ഓം എന്ന ഏകാക്ഷര പദം അത് ബ്രഹ്മവിഭൂതിയാണ്, അത് ഞാനാണ് എന്ന് പറയാം. കാരണം ഈ ഓം എന്നുള്ളത് പൂർണ്ണ ബ്രഹ്മമാണ്, പ്രപഞ്ചം ഉൾപ്പെടെ അല്ലെ, ആ പൂർണ്ണ ബ്രഹ്മമാണ് ഓം. എന്ന് മാത്രമല്ല, ഓം എന്നുള്ളത് ബ്രഹ്മത്തിന്റെ പ്രതീകമാണെന്ന് ഉപനിഷത്തുകളിലൊക്കെ പറയുന്നുണ്ട്. ഓം ഇത്യേകാക്ഷരം ബ്രഹ്മ എന്ന് ഭഗവത്ഗീത തന്നെ പറയുന്നുണ്ട് അല്ലെ, ഓം ഇത്യേകാക്ഷരം ബ്രഹ്മ. നേരത്തെ അത് നമ്മൾ ഡിസ്കസ് ചെയ്തു അതിനെക്കുറിച്ച്. അപ്പോ ഈ സത്യത്തിന്റെ അർത്ഥം, അല്ലെങ്കിൽ സത്യം അർത്ഥമായി വരുന്ന വേറൊരു ചെറിയ പദം ഇതുപോലെ ഇല്ല എന്നാണ് പറയുന്നത്. അപ്പൊ ഓം എന്ന് പറഞ്ഞാൽ അത് ബ്രഹ്മത്തെ മുഴുവൻ ഉൾക്കൊള്ളുന്നു എന്നാണ് പറയുന്നത്. അതേപോലെ യജ്ഞങ്ങളില്, ചിത്തശുദ്ധിക്ക് വേണ്ടി നടത്തപ്പെടുന്ന യജ്ഞങ്ങളില് ജപയജ്ഞമാണ് ഭഗവാൻ എന്നാണ് പറയുന്നത്. എന്താണ് ഈ ജപയജ്ഞം? ജപയജ്ഞം ആർക്കും ഏത് പരിതസ്ഥിതിയിലും അനുഷ്ഠിക്കാം എന്നാണ് പറയുന്നത് അല്ലെ. ജപയജ്ഞം നടത്താനായിട്ട് ഒരു പണച്ചെലവും ഇല്ല.
മനസ്സിലായോ? അല്ലെ, മറ്റ് യജ്ഞങ്ങളൊക്കെ നടത്താൻ കുറെ ഒരുക്കങ്ങൾ വേണം. ആ ഒരുക്കങ്ങൾക്കായിട്ട് പണം ചെലവുണ്ട്. പക്ഷേ ജപയജ്ഞത്തിന് യാതൊരു നയാ പൈസ ചെലവില്ല. നമ്മൾ സമയം മാത്രം കൊടുത്താൽ മതി. അല്ലെ, ശരിയല്ല? അപ്പൊ അതിന് പരിസ്ഥിതി നോക്കേണ്ട ആവശ്യമില്ല ജപിക്കാനായിട്ട്. പണച്ചെലവില്ല, അങ്ങനെ ഒന്നുമില്ല. അത് ആർക്കും എപ്പോഴും അനുഷ്ഠിക്കാവുന്നതാണ് ഈ ജപയജ്ഞം എന്ന് പറയുന്നത്. ജപയജ്ഞത്തിന്റെ പ്രത്യേകത എന്താണെന്ന് അറിയാമോ? അത് മനസ്സിനെ വളരെ വേഗം ശുദ്ധീകരിച്ച് സത്യത്തിലേക്ക് അടുപ്പിക്കാൻ സഹായിക്കും ജപയജ്ഞം എന്നാണ് പറയുന്നത്. മനസ്സിലായോ? നാമജപം. അപ്പൊ അത് മുടക്കരുത് ആരും. നിരന്തരമായിട്ട് ചൊല്ലിക്കൂടാം, നല്ലതാണ് എന്നാണ് പറയുന്നത്. നിരന്തരമായിട്ട് പറഞ്ഞാൽ അത് ചൊല്ലിയിട്ട് മിണ്ടാതിരിക്കലല്ല, നമ്മൾ പണികളൊക്കെ എടുക്കണം, ചെയ്യാനുള്ള പണികളൊക്കെ ചെയ്തുകൊണ്ടിരിക്കണം. ഓക്കെ. അപ്പൊ ജപയജ്ഞം വളരെ വേഗത്തില് ചിത്തത്തെ ശുദ്ധീകരിക്കാൻ സഹായിക്കുന്നതാണ് എന്നാണ് പറയുന്നത്. അതേപോലെ ജപയജ്ഞ സത്യത്തിനോട് പിന്നെ ഇപ്പോ തപസ്സികള് ഹിമാലയത്തില് അവര് ധ്യാനനിഷ്ഠരായിരുന്ന് സിദ്ധി നേടിയിട്ടുള്ളവരാണ്. ഒരുപാട് തപസ്സികള് അങ്ങനെ അവർക്ക് സിദ്ധി നേടിയിട്ടുണ്ട് എന്നാണ് പറയുന്നത്. അതുപോലെ ഹിമവാൻ, അടുത്ത് ഹിമാലയം ഞാനാണെന്ന് പറഞ്ഞു അല്ലെ. ഹിമവാൻ പാർവതി ദേവിയുടെ പിതാവാണ് ഹിമവാൻ. ഇപ്പോ പണ്ട് പൃഥു ചക്രവർത്തി പശുവിന്റെ രൂപത്തില് വന്ന് ഭൂമിയിൽ നിന്ന് രത്നങ്ങളും ഔഷധികളും ഒക്കെ കറന്നെടുത്തത് ഹിമാലയത്തെ പശുക്കുട്ടിയാക്കിയിട്ടാണ്. അങ്ങനെ കഥ പറയുന്നുണ്ടല്ലോ. ഹിമാലയത്തെ പശുക്കുട്ടിയാക്കിയിട്ടാണ് പൃഥു ചക്രവർത്തി ഗോമാതാവായിട്ട് ഭൂമിയിൽ നിന്ന് എന്താണ് ഔഷധികളും രത്നങ്ങളും ഒക്കെ കറന്നെടുത്ത് അങ്ങനെയാണെന്നാണത്. അപ്പൊ ദേവതാത്മാവാണ് ആ ഹിമാലയം എന്ന് പറയുന്നത്. അപ്പൊ ആ മഞ്ഞുമല അനേകം തീർത്ഥസ്ഥാനങ്ങള്, ഋഷിവാടങ്ങള് അതിന്റെ ഒക്കെ സ്ഥാനമാണ്. അതുകൊണ്ട് ഹിമാലയം ബ്രഹ്മവിഭൂതിയാവാൻ അർഹമായതാണ് എന്നാണ്, സ്ഥാവര ദൃശ്യമാണ് എന്നാണ് പറയുന്നത്. ഇനി അടുത്തത് 26-ാമത്തെ ശ്ലോകം ചൊല്ലിക്കോളൂ. അൺമ്യൂട്ട് ചെയ്യണേ. അശ്വത്ഥ സർവവൃക്ഷാണാം ദേവർഷീണാം ച നാരദഃ ഗന്ധർവാണാം ചിത്രരഥഃ സിദ്ധാനാം കപിലോ മുനിഃ. അടുത്തത് പറയുന്നു, അടുത്ത വിഭൂതികളെ കുറിച്ചാണ് പറയാൻ പോകുന്നത്. എന്താണ്? അശ്വത്ഥ സർവവൃക്ഷാണാം ദേവർഷീണാം ച നാരദഃ ഗന്ധർവാണാം ചിത്രരഥഃ സിദ്ധാനാം കപിലോ മുനി. അടുത്തത് പറഞ്ഞു സർവവൃക്ഷാണാം അശ്വത്ഥ. എല്ലാ വൃക്ഷങ്ങളിലും വെച്ച് അശ്വത്ഥമാണ് ഞാന്. എന്താണ് അശ്വത്ഥം? അരയാലാണ് ഞാന് എന്നാണ് പറയുന്നത്. ഇനി ദേവർഷീണാം നാരദ ച, ദേവർഷിമാരിൽ നാരദൻ ഞാനാണ്. പിന്നെയോ ഗന്ധർവാണാം ചിത്രരഥ, ഗന്ധർവന്മാരിൽ ഞാൻ ചിത്രരഥൻ എന്ന ഗന്ധർവനാണ്. അതുപോലെ സിദ്ധാനാം മുനി കപിലഹ എന്ന് പറഞ്ഞാൽ സിദ്ധന്മാരില് മുനിയായ കപിലനാണ് ഞാൻ, കപില മഹർഷിയാണ് ഞാൻ. അപ്പൊ ഇവിടെ പറയുന്നു എല്ലാ വൃക്ഷങ്ങളിലും വെച്ച് ഞാൻ അശ്വത്ഥമാണ്, അരയാലാണ്. അപ്പൊ വൃക്ഷങ്ങളിലെല്ലാം ശ്രേഷ്ഠമായത് അരയാലാണ് എന്നാണ്. ഇത് പറയുമ്പോ എന്താ ഓർമ്മ വരുന്ന? ഈയിടെ ഒരു വളരെ പ്രമുഖനായ ഒരു സിനിമാ നടൻ ചോദിച്ചില്ലേ, ഈ ആലക്കൊരു വൃക്ഷമാണോ എന്നാണ് ചോദിച്ചത്. ഇവിടെ ഭഗവാൻ പറയുന്നത് കേട്ടോ, ആൽമരം ഞാനാണ് എന്നാണ് ഭഗവാൻ പറയുന്നത്. അപ്പോ എന്താ പറയാ, അവരോട് എന്താ മറുപടി പറയാല? നമ്മളൊക്കെ കണ്ടതാണ് ആ വീഡിയോ. എവിടെയോ ഏതോ സ്കൂളിലോ എവിടെ ചെന്നപ്പോ വൃക്ഷം തൈ നട്ടുപിടിപ്പിക്കാനായിട്ട് കൊടുത്താണ് അദ്ദേഹത്തിന്റെ കയ്യില്. അത് അരയാലിന്റെ തൈയായിരുന്നു കൊടുത്തിരുന്നു. അത് ഉടനെ ചോദിച്ചു, ഇതൊക്കെ ഒരു വൃക്ഷമാണോ എന്നാണ് ചോദിച്ചത്. എന്താ ചെയ്യാം? അപ്പൊ ഭഗവാൻ പറയുന്നതാണ് എല്ലാ വൃക്ഷങ്ങളിലും വെച്ച് അശ്വത്ഥമാണ് ഞാന്, അരയാല് ഞാനാണ് എന്ന് പറയാം. അതുപോലെ ദേവർഷിമാരില് നാരദൻ ഞാനാണ് എന്ന് പറയും. ഗന്ധർവന്മാരില് ചിത്രരഥൻ ഞാനാണ്. സിദ്ധന്മാരില് മുനിയായ കപിലനാണ് ഞാന് എന്നാണ് ഭഗവാൻ. അപ്പൊ ഇവിടെ 4 പറഞ്ഞു: അശ്വത്ഥം, നാരദൻ, ചിത്രരഥൻ, കപിലൻ. അശ്വത്ഥം എന്ന് പറഞ്ഞാൽ വാക്കിനർത്ഥം ചിരഞ്ജീവി എന്നാണ്. ചിരഞ്ജീവി. അപ്പൊ അശ്വത്ഥം, അരയാൽ മരം അശ്വത്ഥമാണ് എന്നാണ് പറയുന്നത്. അത് വരുന്ന അധ്യായത്തിൽ 15-ാമത്തെ അധ്യായത്തില് ഭഗവാൻ പറയുന്നുണ്ട്, ബ്രഹ്മത്തെ
അശ്വത്ഥമായിട്ട് ഭഗവാൻ അതിൽ ചിത്രീകരിക്കുന്നുണ്ട്. കാരണം ഈ അരയാലിന്റെ ചുവട്ടിലിരുന്ന്, അരയാലിന്റെ തണലിലിരുന്ന് പലരും തപസ് ചെയ്തിട്ടുണ്ട്, പലരും സത്യം കണ്ടെത്തിയിട്ടുണ്ട്. അരയാലിന്റെ താഴെ ഇരുന്നു. അതുകൊണ്ട് തന്നെ ഇതിനെ ബോധിവൃക്ഷം എന്നും പറയാറുണ്ട്. അരയാലിനെ ബോധിവൃക്ഷം എന്ന് പറയാറുണ്ട്. അതേപോലെ ബോധിവൃക്ഷം എന്ന് പറഞ്ഞാൽ ബോധോദയം ഉണ്ടാക്കാൻ സഹായിക്കുന്നത് എന്നർത്ഥം. അതിന്റെ ചുവട്ടിലിരുന്നാൽ ബോധോദയം ഉണ്ടാവുന്ന, വെറുതെ ഇരുന്നാൽ ഉണ്ടാവില്ല അല്ലെ, അവിടെ ഇരുന്ന് നമ്മള് ആത്മവിചാരം ചെയ്യണം. ഓക്കെ, അപ്പൊ അതുകൊണ്ടാണ് ബോധിവൃക്ഷം എന്ന് പറയുന്നത്, അതുകൊണ്ടാണ് എന്ന് പറയുന്നത്. അതുപോലെ ദേവന്മാരില് ഋഷിമാരായി തീർന്നവരുണ്ട്, അവരെയാണ് ദേവർഷിമാര് എന്നാണ് പറയുക. അപ്പൊ ആ ദേവർഷിമാരില് പ്രമുഖനാണ് നാരദൻ, നാരദ മഹർഷി. നാരദൻ ബ്രഹ്മാവിന്റെ മാനസപുത്രനാണ്. അപ്പൊ നാരദ എന്ന് പറഞ്ഞാൽ തന്നെ ലോകത്തിന് സത്യബോധം പകർന്നു കൊടുക്കുന്ന ആള് എന്നൊരർത്ഥമുണ്ട് നാരദൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. അല്ലാതെ നമ്മള് ഉദ്ദേശിക്കുന്ന നാരദല്ല. നമ്മൾ സാധാരണ ആളുകളെ നാരദനാണ് എന്നൊക്കെ പറയാറുണ്ട് അല്ല, അത് നമ്മൾ ഉദ്ദേശിക്കുന്നത് അടി ഉണ്ടാക്കുന്ന ആളെന്നുള്ള അർത്ഥത്തിലാണ്. പക്ഷെ നാരദ മഹർഷി അടി ഉണ്ടാക്കുന്ന ആളല്ല. അദ്ദേഹം യഥാർത്ഥത്തിൽ പുറമേക്ക് അടി ഉണ്ടാക്കുന്നതായിട്ട് തോന്നുമെങ്കിലും ആളുകളിൽ സത്യബോധം പകർന്നു കൊടുക്കുകയാണ് അതിലൂടെ. അദ്ദേഹം ചെയ്യുന്ന ചില കുസൃതിയിലൂടെ ആളുകളിൽ സത്യബോധം പകർന്നു കൊടുക്കുകയാണ് എന്നാണ് പറയുന്നത്. അപ്പൊ നാരദൻ എന്ന് പറഞ്ഞാൽ തന്നെ സത്യബോധം പകർന്നു കൊടുക്കുന്ന ഒരു അർത്ഥമുണ്ട് എന്നാണ് പറയുന്നത്. അപ്പൊ നാരദൻ എന്താ ചെയ്തത്? അദ്ദേഹം തന്റെ വീണയില് അല്ലെ ഭഗവാന്റെ നാമം ഉച്ചരിച്ചുകൊണ്ട് അങ്ങനെ ലോകം മുഴുവൻ അദ്ദേഹം സഞ്ചരിച്ച് സത്യാന്വേഷികളെ സഹായിച്ചു കൊണ്ടിരിക്കുകയാണ് നാരദ മഹർഷി എന്നാണ് പറയുന്നത്. അതേപോലെ ഗന്ധർവന്മാരിൽ ചിത്രരഥനാണ് എന്ന് പറഞ്ഞു. ചിത്രരഥൻ എന്ന് പറഞ്ഞാൽ കശ്യപപുത്രനായ ഒരു ഗന്ധർവനാണ് ചിത്രരഥൻ. അപ്പൊ എന്തുകൊണ്ടാണ് അതിന് ചിത്രരഥൻ എന്ന് പറയാനുള്ള പേര് വരാനുള്ള കാരണം ചോദിച്ചു കഴിഞ്ഞാൽ, വളരെ ഭംഗിയുള്ള, വിചിത്രമായ ഭംഗിയുള്ള ഒരു രഥമുണ്ട് അദ്ദേഹത്തിന്. അതുകൊണ്ടാണ് അദ്ദേഹത്തിന് ചിത്രരഥൻ എന്ന പേര് കിട്ടിയത് എന്ന് പറയുന്നു. അതേപോലെ എന്താണ്, കൗരവന്മാര്, പാണ്ഡവന്മാര് വനവാസകാലത്ത് അവരെ നശിപ്പിക്കാനായിട്ട്, പാണ്ഡവന്മാരെ നശിപ്പിക്കാനായിട്ട് കൗരവന്മാര് ജലാശയത്തില് വിഷം കലകിക്കൊണ്ടിരിക്കുകയായിരുന്നു. പാണ്ഡവന്മാരെ കൊല്ലാൻ വേണ്ടിയിട്ടാണ് ചെയ്തത്. അപ്പൊ അങ്ങനെ വിഷം കലകിക്കൊണ്ടിരിക്കുമ്പോ ഈ ചിത്രരഥൻ കൗരവന്മാരെ പിടിച്ചു കിട്ടി എന്നാണ് പറയുന്നത്. കൗരവന്മാരെ പിടിച്ചു കിട്ടി ഈ ചിത്രരഥൻ. പക്ഷേ ധർമ്മപുത്രര് അർജുനനെ നിയോഗിച്ചു ചിത്രരഥനെ തോൽപ്പിക്കാനായിട്ട്, കൗരവരെ മോചിപ്പിക്കാനായിട്ട്. പറയാൻ കൗരവര് വിഷം കലക്കിയത് പാണ്ഡവരെ കൊല്ലാനായിട്ടാ, പാണ്ഡവന്മാരെ കൊല്ലാനായിട്ടാ. പക്ഷെ എന്നാലും ധർമ്മപുത്രർ പറഞ്ഞു കൗരവന്മാരെ രക്ഷിക്കണം. അങ്ങനെ അർജുനൻ ചെന്ന് ചിത്രരഥനെ തോൽപ്പിച്ച് കൗരവന്മാരെ മോചിപ്പിച്ചു എന്നാണ് പറയുന്നത്. അപ്പൊ ഗന്ധർവന്മാരില് ചിത്രരഥൻ ഞാനാണ് എന്ന് പറയും. അതുപോലെ കപിലമുനി, മുനിമാരിലെ കപിലൻ ഞാനാണ് എന്ന് പറഞ്ഞു. കപിലമുനിയാണ് സാഖ്യയോഗം അല്ലെ. സാഖ്യയോഗം നമ്മൾക്ക് തന്നത് കപിലമുനിയാണ്. അപ്പൊ ആ കപിലമുനിമാരിൽ കപിലൻ ഞാനാണ് എന്നത്. കപിലൻ എന്ന് പറഞ്ഞാൽ കർദമ പ്രജാപതിയുടെയും ദേവഹൂതിയുടെയും മകനാണ് കപിലമുനി. അപ്പോ ഈ സഗരപുത്രന്മാര് അവര് അശ്വമേധം അല്ലെ യജ്ഞം നടത്തി. അപ്പൊ യജ്ഞാശ്വത്തിനെ തെരഞ്ഞു ചെന്നതാണ് സഗരപുത്രന്മാര്. അപ്പൊ അവര് ചെന്നെത്തിയത് ഈ കപിലമുനിയുടെ ആശ്രമ പരിസരത്താണ്. പക്ഷെ അവിടെ ചെന്നപ്പോഴേക്ക് അദ്ദേഹത്തിന്റെ ആ തപസ്സാകുന്ന അഗ്നിയില് ഈ സഗരപുത്രന്മാരൊക്കെ എരിഞ്ഞ് ചാമ്പലായി എന്നാണ് വരുന്നത്. ആ അഗ്നി, ആ തപസ്സിന്റെ പ്രഭാവത്തിൽ അവരൊക്കെ ചാമ്പലായി എന്നാണ് വരുന്നത്. അതേപോലെ കപിലനെ ഭഗവാന്റെ അവതാരമായിട്ട് പറയുന്നത് ഭാഗവതത്തിൽ പറയുന്നുണ്ട്. കപിലൻ ഭഗവാന്റെ അവതാരമാണ് എന്ന് പറയുന്നുണ്ട്. അപ്പൊ അദ്ദേഹം സിദ്ധികളെല്ലാം അദ്ദേഹത്തെ ആശ്രയിച്ചിട്ടുണ്ട് എന്ന് പറയണം. അനേകം സിദ്ധികൾ അങ്ങേറ്റെ അദ്ദേഹത്തെ ആശ്രയിച്ചിട്ടുണ്ട്. അപ്പൊ അതുകൊണ്ട് കപിലമുനി പ്രധാനിയാണ്, മുഖ്യനാണ് എന്നാണ് പറയുന്നത്. ഇനി അടുത്തത് തുടർന്ന് വീണ്ടും പറയുന്നുണ്ട്, അത് നമുക്ക് നാളെ നോക്കാം. ഇനി ആരൊക്കെയാണ് ഭഗവാൻ അല്ലെ, ആരൊക്കെയാണ് ഭഗവാൻ ഞാനാണ് എന്ന് പറയുന്നത് എന്നുള്ളത് അടുത്ത സെഷനിൽ നമുക്ക് നോക്കാം, നാളെ നോക്കാം. ഓക്കെ, കണ്ണുകൾ അടച്ചു വെക്കൂ. കണ്ണുകൾ അടഞ്ഞിരിക്കുന്നു, നട്ടെല്ല് നിവർന്നിരിക്കുന്നു. കൈകൾ മടിമേൽ മലർത്തി വെക്കാം. ദീർഘമായി ശ്വാസമെടുക്കൂ. സാവകാശം വൃത്തിക്കിടാം. കൈകൾ അയഞ്ഞിരിക്കുന്നു, തോളുകൾ അയഞ്ഞിരിക്കട്ടെ.
മുഴുവൻ ശ്രദ്ധയും ഉള്ളിൽ. ഉള്ളിൽ ഞാൻ എന്ന ഭൂതം. ജീവികളില് ഞാൻ, അഹം, ഞാനാണ് എന്ന് ഭഗവാൻ പറയും. തന്നിൽ തന്നെ വിശ്രമിക്കൂ. ഓം സം സമിത്യുവസി വൃഷന്നഗ്നേ വിശ്വാനര്യ ഇലസ്പദേ സമിധ്യസേ സനോ വസൂന്യാഭരാ സംഘച്ഛത്വം സംവദത്വം സംവോമനാംസി ജാനതാ ദേവാഭാഗം യഥാ പൂർവേ സഞ്ജാനാനാ ഉപാസത്തെ സമാനോ മന്ത്രഃ സമിതിഃ സമാനീ സമാനം മനസ്സഃ ചിത്തമേഷാം സമാനം മന്ത്രമഭിമന്ത്രൈവ സമാനേന ഊഹവിഷാ ജുഹോമി സമാനീവ ആഗൂദിഃ സമാനാ ഹൃദയാനിവഹ സമാനമസ്തു വോ മനോ യഥാ വസ്സു സഹാസതി നമോ ബ്രഹ്മണേ നമോ അസ്ത്വഗ്നയേ നമഃ പൃഥവ്യേ നമഃ ഓഷധീഭ്യഃ നമോ വാചി നമോ വാചസ്പതയേ നമോ വിഷ്ണവേ ബൃഹദേ കരോമി. ഓം ശാന്തി ശാന്തി ശാന്തി. ദീർഘമായ ശ്വാസമെടുക്കാം. സാവകാശം പുറത്തേക്ക് വിടാം. സ്വന്തം ശരീരത്തിലേക്കും ചുറ്റുപാടുകളിലേക്കും ശ്രദ്ധ കൊണ്ടുവന്നുകൊണ്ട് പൂർണ്ണ തൃപ്തിയോടുകൂടി വളരെ സന്തോഷപൂർവം സാവകാശം കണ്ണുകൾ തുറക്കാം.